ഒരു ഓറഞ്ച് ജ്യൂസ് ഒരു ഗ്ലാസ്സിലേ അങ്ങോട്ട് കൊണ്ടുവരും ജ്യൂസ്. ഇവിടെ വന്ന് കുടിക്കുകയാണെങ്കിൽ ഇത് ഫുള്ളും കുടിക്കാം. അത് കുഴപ്പമില്ല, ഇങ്ങോട്ട് കൊണ്ടുവരും. പറഞ്ഞ കേക്കിങ് വേണോ വേണ്ടേ? ഓ, പൈസ തരാത്ത എനിക്ക് പ്രശ്നം. എന്നാ പൈസ. അല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫുള്ള് കുടിക്കാനിട്ടു. ഇവനത് എന്താ എന്റെ പൈസ കൊണ്ടാ എനിക്ക് ജ്യൂസ് വേണ്ട. അല്ലാടക്ക് ഞാൻ കൊണ്ടുവരാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരാൻ, എന്നാ ഫുള്ള് കുടിക്കാൻ. നിന്റെ കാൽമേ മുറിയൊക്കെയാണ്. ഇതിപ്പോ കുറച്ചുണ്ട്, വേഗം കുടിച്ച് സ്ഥലം വിടാൻ നോക്കി. വിഷയമായിട്ട് ഞമ്മളിന്ന് ആരും സദ്യ കഴിക്കാൻ വിളിക്കില്ലല്ലേ? ശരി, നമ്മളാരും വിളിക്കാനാ? അതാ മീനു വിളിക്കണോ? ഓള് എന്തായാലും സദ്യ കഴിക്കാനാ വിളിക്കാം. അടക്ക്, ഞാൻ ഇങ്ങോട്ട് വരാം. ഓളിപ്പോ നമ്മളെ സദ്യ കഴിക്കാൻ വിളിക്കും, നോക്കിക്കോ. ഒന്നുമില്ല, വെറുതെ വിളിച്ചാ. വെറുതെ വിളിച്ചാ നമ്മൾ പോവാ. അല്ല, നിങ്ങൾ പോവാണോ? സദ്യ വേണ്ടേ? ആണോ? ഇല്ല, അമ്മ ആടെ എടുത്തുവെച്ചി. മഞ്ചിലെ ഫ്രീ ആയിട്ട് തണുത്തവെള്ളം കിട്ടും. ഫ്രീ ആയിട്ട് ഇവിടെ തണുത്തവല്ലേ മോനെ? ഈ പള്ളിയിൽ പോയിക്കോ, ആടിന് കിട്ടും. ഇതില് വെള്ളമല്ലല്ലോ. ആടെ പൈപ്പ് ഉണ്ടല്ലോ, ആടെ പോയി വെള്ളം കുടിക്കാം. ഇതിലും വെള്ളമല്ലല്ലോ. വെള്ളം ഇപ്പൊ സമാധാനായി. എങ്ങനെ ഓഫർ? ഒരു ലൈസ് വാങ്ങിയാ ഒരു ലൈസ് ഫ്രീ. അടിപൊളിയാണല്ലോ. എത്ര വണ്ടി? എന്നാലേ ഒരു ലൈസ് എനിക്ക്. ഇപ്പം തരേ. എവിടെ ഫ്രീ കിട്ടിയില്ല? നിക്ക് ഇപ്പൊ തരാ. എനിക്ക് തിരക്കൊന്നുമില്ല, വേഗം ഉണ്ടാ. ഇതെന്തോ ഒരു ലേസും കഷ്ണോ? ഒരു ലൈസ് അല്ലേ വാങ്ങിയ, ഒരു ലൈസ് ഫ്രീ ആയി തന്നില്ലേ? അമ്പടാ, ഇതിനെ പറ്റിക്കാൻ നോക്കാല്ലേ. എനിക്ക് ഒരു ലൈസ് ഫുള്ള് വേണോ? ആള് കൊള്ളാലോ, അത് നഷ്ടക്കച്ചോടാ. എന്നാ ലൈസ് മെരിയാക്കിന്റെ പൈസ ഉണ്ടാ? പൈസ വേണോ? വേണ്ട വേണ്ട. അല്ലേ, കിട്ടു ലൈസ് കൊണ്ട് സ്ഥലമിടാൻ നോക്കി. ഒരു ഫ്രൂട്ടി. മോനെ, ആ ഫ്രിഡ്ജിൽ ഉണ്ടാവും, അതിനെടുത്തോ. ആയിക്കോട്ടെ. പൈസ ഇവിടെ ചില്ലറില്ലല്ലോ. ഈ ഒരു പണി ചെയ്യോ, ഒരു ഫ്രൂട്ടി കൂടി എടുക്കോ. അതെനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ എടുക്കാനുള്ള പൈസ. സാറില്ല, ഞാൻ നടന്നു പോയിക്കോളാം. ഒരിക്കലും ആരെങ്കിലും നിങ്ങൾക്ക് പണി തരൂ, അപ്പൊ നിങ്ങൾ പഠിച്ചു. കച്ചവടക്കല്ലടാ, ഇങ്ങനെ കായലെ പിടിച്ചിക്കാനാവും. ഒരു ഫ്രൂട്ടി ഉണ്ടാവും മോനെ, അവിടെ എടുത്തോ. എന്നാ ശരി ട്ടോ. അല്ലടാ, പൈസ നീല. കാക്കന് പറ്റിച്ചില്ലേ, അതിനുള്ള പണിയൊന്നും നോക്കിയോളൂ. ഇല്ലോ, എന്നാ 10 റുപ്യ 2 മഞ്ചയും കൊണ്ടുവരും. ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. കാക്കേ 2 മഞ്ച് വേണം. ഇതാ പൈസ. ഇതേ 2 കൊണ്ട് കാക്ക കൊടുക്കേണ്ടി വരും. ഒന്ന് ഞാൻ തിന്ന. കാക്കേ ദാ മഞ്ച്. അതെന്താ ഒരു മഞ്ചേ ഉള്ളൂല്ലോ? ദാ ഒരു മഞ്ചേ ഉള്ളൂ. ഞാനെങ്ക് 10 റുപ്യ തന്നണേ. 2 മഞ്ച് വേണ്ടേ? അങ്ങനെ ഒരു മഞ്ചിന് 5 റുപ്യ, അപ്പൊ 2 മഞ്ചിന് 10 റുപ്യ. അങ്ങനെ മാറി, ഇപ്പൊ മനസ്സിലായി. പറയ്, എവിടെ ഒരു മഞ്ചി? ഇപ്പൊ കാണിച്ചേ. കാണിച്ചുണ്ട, അല്ലാതെ തന്നെ ഞാൻ വിടൂല. ഞാൻ ഇങ്ങനെ തൊലി പൊളിച്ച് തൊലി പൊളിച്ചിട്ട് ബാക്കി പറയ്. ഇങ്ങനെ എടുത്ത് ബാക്കി ഇങ്ങനെ അങ്ങിട്ടാന്. ഇപ്പൊ കാര്യം മനസ്സിലായി. എന്നാ എന്റെ 2 മഞ്ച് കൊണ്ടാ. മഞ്ചോ? 2 മഞ്ചു ഞാൻ ഇപ്പൊ തിന്നില്ലേ. മോനെ, സിപ്പപ്പിന് എന്താ വില? സിപ്പപ്പിന് 2 റുപ്യ. എന്നാലേ എനിക്ക് 2 സിപ്പപ്പ് എടുത്തോ. എന്നാ പൈസ. ഇതെന്താ 3 റുപ്യ? പൈസ റെഡിയല്ലേ? സിപ്പപ്പിന് 2 റുപ്യ, അപ്പൊ 2 എടുത്താ 4 റുപ്യ. ശരിയാണല്ലോ. ഇന്ത്യയിലാണ്, വേറെ പൈസ അല്ല. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഒന്നും ഇന്റെ അല്ല, എനിക്ക് കൈ തന്നെ പൈസ വേണം. എന്താ ചെയ്യാ? നിങ്ങക്ക് നിർബന്ധാണല്ലോ, ഒരു വഴി ഉണ്ട്. എന്ത് വയ്യ? നിങ്ങളെ കയ്യിലുള്ള സിപ്പപ്പ് കൊണ്ട് തരി. ഇവനെന്താ എന്റെ സിപ്പപ്പ് തിന്നണ്? ഇപ്പൊ റെഡി. ഇതെന്താ? ഉറപ്പിന്റെ സിപ്പപ്പ് ഞാൻ കുടിച്ച്. ഇപ്പൊ 3 റുപ്യ കറക്റ്റ് ആയി. ഇതിപ്പോ നഷ്ടക്കച്ചവടായല്ലോ. അപ്പൊ ശരി, ഞാൻ പോവാ. മിലു, ഇതെങ്ങോട്ടാ? എന്റെ വീട്ടില് വെള്ളം തീർന്നായിരുന്നെങ്കിലും വെള്ളം കിട്ടുക നോക്കാണ്ടി ഇറങ്ങിയതാ. അങ്ങനെ. അനക്ക് എന്റെ ഫ്രണ്ട് ഇഷാന്റെ വീട്ടിൽ പോയി ചോദിച്ചൂടെ? ഞാനും ഇഷാനും തെറ്റില്ലേ, എത്രയോ ആയി മിണ്ടീട്ട്. അതൊക്കെ ഇപ്പൊ കാര്യാക്കണോ? അനക്ക് പോയി ചോദിച്ചൂടെ? ഞാനും അവനോട് മിണ്ടൂല, എനിക്കും ഇഷ്ടല്ല. അല്ല, എന്റെ ആടെ ഉണ്ടാവോ കുറച്ച് വെള്ളം എടുക്കാൻ? നിന്റെ വീട്ടിൽ തന്നെ വെള്ളല്ല, ഞങ്ങൾ തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്താ. ആയിക്കോട്ടെ. ഇതാ ഒരു പൈപ്പ്. ഇതില് വെള്ളല്ലല്ലോ. നല്ല വെയില്, എവിടുന്ന് വെള്ളം കിട്ടാനില്ല.
ഇഷാനെ ഈ എന്താ ഇവിടെ? എന്റെ വീട്ടുകാരൊക്കെ ഇവിടെ വെള്ളമല്ലാണ്ട് കുടുങ്ങിക്കാണെന്ന് ഞാൻ അറിഞ്ഞു. നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ എന്റെ കൂട്ടുകാരനായി പോയില്ലേ. സോറിടാ. അതൊന്നും സാരല്ല. ജ്യൂസ് വാങ്ങാം. നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെ? അധികം സെറ്റപ്പ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് കൈയിനെ കൊലത്തിൽ അടിപൊളിയായി ഉണ്ടാക്കാം. ഇവാ ആ ഇനി നമുക്ക് ഈ പൊതിനല പറിക്കാം. ആ ഇത്ര മതി. ആദ്യം നമുക്ക് വേണ്ടിയ സാധനമാണ് ചെറുനാരങ്ങ. ഇനി നമുക്ക് ഇതിലേക്ക് സാധനം വയ്ക്കാം. ഇനിയാണ് ഒരു മാസ്റ്റർ പീസ് സാധനം. അതെന്താ? ഐസ് ക്യൂബ്. അത് പൊളി. ആ അത് കയ്യിലിട്ടെ ഉണ്ടാ. ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോകട്ടോ. അല്ല ഫസ്റ്റ് ചെയ്ത് നോക്കിക്കോ.